വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് മിക്കവരും ഗൾഫിലേക്ക് പറക്കുന്നത്. എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ടായിരിക്കും. 4 ദിവസം മുൻപ് കുവൈറ്റിലെത്തി ക്യാമ്പിൽ താമസിച്ചു തുടങ്ങിയ ചാവക്കാട് സ്വദേശി ബിനോയെ പോലുള്ള 24 മലയാളികളാണ് തീപിടുത്തത്തിൽ ദുരന്തം ഏറ്റുവാങ്ങിയത്. കുവൈറ്റിലെ മംഗഫയിൽ തൊഴിലാളി ക്യാമ്പിൽ 6 നില കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ പുലർച്ചെ 4-നുണ്ടായ തീ പടർന്നപ്പോൾ എല്ലാവരും ഉറക്കമായിരുന്നു. ചിലർ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ താഴേക്ക് ചാടിയെങ്കിലും ദുരന്തമായിരുന്നു ഫലം. എന്നാൽ മംഗഫ ക്യാമ്പിലെ തീപിടുത്തത്തിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട ഒരു മലയാളിയുണ്ട്. കാസർഗോഡ് സ്വദേശി നളിനാക്ഷനാണ് താഴെയുള്ള വാട്ടർ ടാങ്കിലേക്ക് ചാടി രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. തീപിടിച്ച കെട്ടിടത്തിൽ 3-ാം നിലയിൽ നിന്നാണ് നളിനാക്ഷൻ ടാങ്കിലേക്ക് ചാടിയത്. നളിനാക്ഷൻ വീട്ടിലേക്ക് വിളിച്ചതോടെ തൃക്കരിപ്പൂർ ഒളവറയിലെ അമ്മ യശോദയ്ക്ക്, ഭാര്യ ബിന്ദുവിനും സഹോദരങ്ങൾക്കും ആശ്വാസമായി. നിരവധി പേർ തീപിടുത്തത്തിൽ മരിച്ചെന്ന വാർത്ത പരന്നതോടെ ആദിയിലായിരുന്നു ഇവർ. കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ തീയും പുകയും വന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. വെന്തെരിയുമെന്ന ഘട്ടം വന്നപ്പോൾ താഴെയുള്ള വാട്ടർ ടാങ്കിന്റെ കാര്യം ഓർത്തു. ചാടാൻ പറ്റുമെന്ന് ഓർത്തു. പിന്നീടൊന്നും ആലോചിച്ചില്ല. ആ ഭാഗത്തേക്ക് എടുത്തു ചാടി. വീഴ്ചയിൽ അരയ്ക്ക് താഴേക്ക് പരിക്കേറ്റു. ആശുപത്രിയിൽ എത്തുന്നതുവരെ ബോധമുണ്ടായിരുന്നില്ല. നളിനാക്ഷൻ ബന്ധുക്കളോട് പറഞ്ഞു. 10 വർഷത്തിലേറെയായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ് നളിനാക്ഷൻ. അതിനിടെ കാണാതായ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബിനോയ് തോമസ് മരിച്ചതായി വീട്ടുകാർക്കും വിവരം ലഭിച്ചു. മൃതദേഹം തിരിച്ചറിഞ്ഞതായി കുവൈറ്റിലുള്ള ബെൻ എന്ന സുഹൃത്ത് നാട്ടിൽ അറിയിക്കുകയായിരുന്നു. ബിനോയുടെ ചർച്ചയിലെ പാസ്റ്ററായ കുര്യാക്കോസ് ചക്രമാക്കലിനെയാണ് കുവൈറ്റിൽ നിന്ന് സുഹൃത്ത് അറിയിച്ചത്. മരിച്ച മലയാളികൾ 16 പേരെ തിരിച്ചറിഞ്ഞു. അതേസമയം വിദേശകാര്യമന്ത്രി സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തിയിട്ടുണ്ട്. ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകും. എന്നാൽ വീണ ജോർജിന്റെ യാത്ര അവസാന നിമിഷം തന്നെ മുടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഇന്ന് ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമായിരുന്നു വീണ പോയത്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും. പരിക്കേറ്റവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപയും ധനസഹായമായി നൽകാനാണ് തീരുമാനം. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കൽ, മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിനും കുവൈത്തിലേക്ക് എത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എംബസി ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുമാണ് ആരോഗ്യമന്ത്രിയെ അയക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരെ മന്ത്രി സന്ദർശിക്കും. മന്ത്രി ഇന്ന് തന്നെ യാത്ര തിരിക്കും. വലിയ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ഏകോപന പ്രവർത്തനങ്ങൾ നടത്തുക, കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കും, കുടുംബങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ കൈമാറുക എന്ന ലക്ഷ്യങ്ങളാണ് സർക്കാരിനുള്ളത്. മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയും ഏകോപിക്കും. 50-ലേറെ പേർക്ക് പരിക്കേറ്റ് വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി കോതപറമ്പ് കൂപ്പന്റെ പുരയ്ക്കൽ നൂഹ്, മലപ്പുറം പുലാമന്തോൾ തിരുത്ത് സ്വദേശി MP ബാഹുലേയൻ, ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപ് എന്നിവരുടെ മരണമാണ് പുതുതായി സ്ഥിരീകരിച്ചത്. കാസർഗോഡ് തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി കേളു പൊന്മേരി, ചേർക്കള കുണ്ടംകുളം സ്വദേശി രഞ്ജിത്ത്, പാമ്പാടി സ്വദേശി സ്റ്റെഫൻ എഫ്രഗാം സാബു, പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് നായർ, കൊല്ലം സ്വദേശി ഷമീർ ഉമറുദ്ദീൻ, പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, കൊല്ലം വെളിച്ചിക്കാല വടങ്കോട്ടുവിളയിൽ ലൂക്കോസ്, പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ്, കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ചെന്നിശ്ശേരി സജു വർഗീസ്, തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മൻ, കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ എന്നിവരുടെ മരണമാണ് നേരത്തെ സ്ഥിരീകരിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.